ഇന്ന് നമുക്ക് സാരിയിൽ എംബ്രോയ്ഡറി ചെയ്താലോ? എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാൻ ഈ സാരിയാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി. ഇതിന് പല്ലുമൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ്. എംബ്രോയ്ഡറി ചെയ്യാനുള്ള ഡിസൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? പല്ലുവിലാണ് ഈ കാണുന്ന വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഉള്ളിലും വരച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള കട്ട് വർക്ക് എംബ്രോയ്ഡറിയാണ് ഞാനിതിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളത് ചെയ്ത് നോക്കുകയും ചെയ്യണം. ആ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാനിതായുടെ ഒരു നെറ്റിൻ്റെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 കളറിലുള്ള ത്രെഡുമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ലീഫും സ്റ്റെമ്മും അങ്ങ് തയ്ക്കാം. സ്റ്റെമ്മൊക്കെ ഞാൻ റണ്ണി സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. കുറച്ച് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് 2 തവണ ഞാൻ മുകളിലൂടെ തയ്ക്കുന്നുണ്ട്. ഇനി ഒരു മൂർച്ചയുള്ള കത്രി ഉപയോഗിച്ചിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഓരോ വെട്ടിട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഈ ഭാഗം വെട്ടിക്കളയേണ്ടതാണ്. തയ്ച്ച് കഴിയുമ്പോൾ വെട്ടിക്കളയണമെങ്കിൽ ഇങ്ങനെ ഒരു വെട്ട് കൊടുത്താലേ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ നെറ്റ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെ ചുറ്റും തയ്ച്ച് ആ നെറ്റ് അടിഭാഗത്ത് ഉറപ്പിച്ച് വെക്കണം. കണ്ടോ, ഇതുപോലെ ബാക്ക് സൈഡിലാണ് നെറ്റ് വെക്കേണ്ടത്. ബാക്കിൽ വെച്ചിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നെറ്റ് വെച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ബഡ്സ് അങ്ങ് തയ്ച്ച് തീർക്കാം. നെറ്റ് അടിയിൽ വെച്ച് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് നിവർത്തി വെച്ച് കൊടുക്കണം. ചുരുണ്ട് പോകാതെ മാക്സിമം നമ്മൾ ശ്രദ്ധയോടെ വേണം തയ്ക്കാൻ. എല്ലാം തയ്ച്ച് കഴിഞ്ഞു. കണ്ടോ,
ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണുള്ളത്. ഇവിടെ കുറച്ച് ചുളുങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല, അങ്ങനെ തന്നെ വെച്ച് തയ്ക്കാനാണ് പോകുന്നത്. ഇനി ഫ്ലവേഴ്സിൻ്റെ സ്റ്റിച്ചിൻ്റെ ചുറ്റുമുള്ള തുണി എല്ലാം വെട്ടി മാറ്റി കളയണം. തുണിയെന്ന് വെച്ചാൽ നെറ്റ് എല്ലാം വെട്ടി മാറ്റി കളഞ്ഞു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ വെട്ടിയ വക്കുകൾ പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലുള്ള സാരിയുടെ തുണി നമ്മൾ വെട്ടിമാറ്റി കളയണം. അങ്ങനെ വെട്ടുമ്പോൾ അടിയിലുള്ള നെറ്റ് പീസിൽ തട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അത് മുറിയാതെ നമ്മൾ ഈ സാരിയുടെ പീസ് മാത്രമാണ് വെട്ടിമാറ്റി കളയുന്നത്. ഉള്ളിലുള്ള സാരി പീസുകൾ മുഴുവനും വെട്ടിമാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നെറ്റ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ വക്കുകൾ പൂ പോലെ തയ്ച്ച് ഉറപ്പിക്കാം. അപ്പോൾ ഇന്ന് ഇത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എംബ്രോയ്ഡറി കഴിഞ്ഞു. ഈ എംബ്രോയ്ഡറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. നന്ദി.